ഹസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഈ വക്കീൽ സാർ പറയുന്നുണ്ട് അമ്മയൊക്കെ കെട്ടി ഇറക്കിയതാണ്, അമ്മയുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ്, പൈസ ഇല്ലാത്ത ആൾ എങ്ങനെ കോടതിയിൽ പോകും? ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മേ? സ്വപ്നാനെ പഠിപ്പിച്ചില്ല, ചരിതാനെയും പഠിപ്പിച്ച പിണറായി. ആ പിണറായി എന്നാ പഠിപ്പിച്ചത്, വേറെ ആരുമല്ല. ആ വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ കൊച്ചിന്റെ ആ കൊന്നവൻ ആ SFIയുടെ ആ നേതാവും കൂടി എന്നെ പഠിപ്പിച്ചത്, അല്ല കോൺഗ്രസ്സുകാരല്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ച കിട്ടു. എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം, എനിക്ക് BJP പോവാം, RSS പോവാം. എനിക്ക് ഈ പിണറായിയുടെ കൊണ്ടകടെ അനുവാദമൊന്നും വേണ്ട, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക്. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ച, ആ കൊണ്ടോട് പറ, അവന്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലേ കിടത്താരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവന്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല, ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടേ വോട്ട് കൊടുത്തത്. അയാളുടെ കുടുംബത്തിലെ ശ്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അയാളെ പോലെ തുല്യ അവകാശമുള്ളവരാ ഈ അവകാശം ചോദിക്കണേ. അയാളോട് പോയി പണി നോക്കാൻ പറ. അയാൾ ആരാന്നാ? അയാൾക്കടെ തട്ടിയിട്ടൊന്നും വേണ്ട, ഏത് പാർട്ടി വേണമെന്ന്. ഞാൻ നഴ്സറിയിട്ട് പോകും, ഇതെല്ലാം എൻ്റെ സൗകര്യത്തിൽപ്പെട്ടതാ. അയാൾക്ക് ചോദിക്കാൻ അർഹതയില്ല. അയാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ആ പിണറായിയുടെ അനുവാദവും വേണ്ട എനിക്ക്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ.